കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലരെയൊക്കെ അസാധാരണമായി കർത്താവ് തൊടുകയാണ്. നിങ്ങൾ ആരും വന്നതുപോലെ പോകത്തില്ല. ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിന് ആശ്വാസമായി തീരട്ടെ, സന്തോഷമായി തീരട്ടെ, നിന്റെ ജീവിതത്തിൽ സമാധാനത്തിന് കാരണമായി തീരട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് ആർക്കെങ്കിലും വായിക്കാവോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12:11. യെസ്. ഹെരോദ രാജാവിന്റെ കാലത്ത് യാക്കോബിനെ കൊന്നു. യേശുവിന്റെ ശിഷ്യനായിരിക്കുന്ന യാക്കോബിനെ കൊന്നു. അത് കഴിഞ്ഞ് പത്രോസിനെ കൊല്ലാൻ വേണ്ടി തിരക്കുന്ന ഒരു സമയമായത്. ഇതിന്റെ കാലാഗ്രഹത്തിന്റെ അകത്ത് വെച്ച് ആ പത്രോസിനെ പൂട്ടിയിടുക. ദൈവത്തിന്റെ ആത്മാവ് ജയകുമാർ ബ്രദറിനോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ കാരാഗ്രഹത്തിന്റെ അകത്ത് നിന്നെ ഇട്ട് പൂട്ടിയാലും ദൈവവൈദ്യനെ നീ പുറത്തു വരാ. ജയിലിന്റെ അകത്ത് നീ ഒതുങ്ങത്തില്ല. നിന്നെ ആരൊക്കെ മാറ്റി നിർത്തിയാലോ, ആരൊക്കെ തള്ളി പറഞ്ഞാലും കർത്താവിന് നിന്നെ വേണം. നിന്നെ ഈ ദേവവേല പ്രദേശത്തിന്റെ ഒരു ഉണർവായിട്ടാണ് കണ്ടിരിക്കുന്നത്. നീ എന്തുകൊണ്ട് ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്നത് എനിക്ക് നന്നായി അറിയാം. നിന്റെ അകത്തെ മനുഷ്യൻ എനിക്ക് നന്നായി കാണുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ബ്രദറെ നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട് പുറത്തു വരാനുള്ള സമയമായി. ചില കാരാഗ്രഹങ്ങൾ പൊളിയുകയാണ്. ചില കാരാഗ്രഹങ്ങൾ പൊളിയുകയാണ്. ചില കാരാഗ്രഹങ്ങൾ പൊളിഞ്ഞാലേ ചിലതൊക്കെ പൊടുത്തു വരത്തുള്ളൂ. നിന്നെ കാരാഗ്രഹത്തിൽ മൂടാനാണ് സിസ്റ്റർ ആഗ്രഹിക്കുന്നത്. സുജ, നിന്നെ അങ്ങനെ മൂടിക്കളയുവാനാ ദുഷ്ടൻ ആഗ്രഹിക്കുന്നത്. ചില കുടുംബങ്ങളോട് വ്യക്തിപരം സിസ്റ്ററെ നിങ്ങളോട് ദൈവത്തിനാണ് സംസാരിക്കുന്ന ഒരു കാര്യം. ചില കാരാഗ്രഹങ്ങൾ ഇന്ന് പൊടിയപ്പെടണം. കാരാഗ്രഹത്തിനകത്ത് നീ ഒതുങ്ങത്തില്ല. നിന്റെ നാട്ടിൽ നീ ഒതുങ്ങത്തില്ല. നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗത്തിലെത്താൻ പോവോ? ചിലതൊക്കെ ഇനി മാനസാന്തരപ്പെടാനുണ്ടല്ലേ. പെട്ടകത്തിനകത്ത് കയറാനുള്ള സീസണിനകത്ത് നിൽക്കുവോ? ലോകം വിചാരിച്ച് യാക്കോബിനെ കൊന്നതുപോലെ പത്രോസിനെ കൊന്നു കളയാമെന്ന് സർവശക്തനായ ദൈവം അനുവദിച്ചിട്ട് വേണ്ടേ കൊല്ലാം. സുവിശേഷകരെ വിരോധമായി സംസാരിക്കല്ലേ. ഇതാ ഞാൻ പറഞ്ഞത് പണി കിട്ടുമെന്ന്. അഭിഷിക്തന് വിരോധമായി സംസാരിച്ചാൽ സ്വർഗം സൈന്യമായി ഇറങ്ങി വരോ. നിന്റെ അകത്ത് സ്വസ്ഥത കാണത്തില്ല. അഭിഷിക്തൻ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരെയാണ്, ഞങ്ങളെ അല്ല ഉദ്ദേശിച്ചത്. എല്ലാവരും ഒന്ന് കരങ്ങളെ അടിച്ച് നിങ്ങൾ അഭിഷിക്തൻ. ഇന്നലെ വരെ കേട്ട നിങ്ങളെ ശുശ്രൂഷിക്കുന്നവരാണെന്നല്ലേ. നിങ്ങളെ കർത്താവ് ദൂതന്മാരെക്കാള് ഒരു പടി ഉയർത്തിയാ സൃഷ്ടിച്ചത്. മനുഷ്യപുത്രനേക്കാള് ഒരു പടി താഴ്ത്തിയാ നിന്നെ സൃഷ്ടിച്ചത്. ഞാൻ പറയട്ടെ, ദൂതന്മാരെക്കാളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിലയുണ്ട്. നിന്റെ നാട്ടുകാരിട്ടിരിക്കുന്നതല്ല നിന്റെ വില. നിന്റെ പാരമ്പര്യം ഇട്ടിരിക്കുന്നതല്ല നിന്റെ വില. നിന്റെ കുടുംബക്കാർ നിന്റെ പേര് അണിയിച്ചിരിക്കുന്നതല്ല നിന്റെ വില. സ്വർഗത്തിന്റെ ദൈവം നിന്നെ തേജസ്സും മഹത്വവും കൊണ്ട് അലങ്കരിച്ച ഈ ഭൂമിയിലേക്ക് വിട്ടത്. ശ്രദ്ധയോട് അങ്ങ് പ്രാർത്ഥിച്ചോ. അഭിഷിക്തനെ തൊട്ട സഭ മിണ്ടാതിരിക്കോ. ആത്മാർത്ഥതയുള്ളവർ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങോ. പത്രോസ് പുറത്തു വന്നേ പറ്റൂ. നിങ്ങളുടെ പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് അനിവാര്യമാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞത്, ഒരു ഗ്രൂപ്പ് നിനക്ക് വേണം. അതിന്റെ പേര് ഞാൻ പറഞ്ഞു തരാം. റിവൈവൽ ഫയർ എന്ന് പേരിടണം. അപ്പോൾ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 40-ലധികം ആള് നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ട്. എന്റെ ദൈവം പറഞ്ഞാൽ അത് വിശ്വസനാണ്. കർത്താവിന്റെ ഹിതമനുസരിച്ച് നീ നടക്കാൻ തുടങ്ങിയാൽ നിനക്ക് വേണ്ടിയതെല്ലാം കർത്താവ് കരുതിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളത്തിൽ കൂടി കടന്നാൽ അത് നിന്നെ മേൽ കവിയത്തില്ല. പ്രയാസത്തിന്റെ അകത്ത് നീ വീണുപോയി കാണും. അനുബ്രതന്റെ പുറത്തിരിക്കുന്ന ആ സഹോദരൻ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം, രോഗം നിന്നെ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. രോഗത്തിന്റെ കാരാഗ്രഹം പൊട്ടിച്ച് എറിയുവാൻ ദൂതൻ ഇന്ന് വന്നിട്ടുണ്ട്. തയ്യാറാണോ പുറത്തു വരാൻ? ഹെരോദ രാജാവ് നോക്കി നിൽപ്പുണ്ട്. വാഗ്ദത്തമുള്ളവനെ പൂട്ടിക്കെട്ടാൻ കൂടുതൽ സൈന്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വാഗ്ദത്തമുള്ളവനെ പൂട്ടിക്കെട്ടാൻ
പരിശുദ്ധാത്മാവിന്റെ അഗ്നി ചിലതിനെയൊക്കെ ദഹിപ്പിച്ച് കളയുക. കർത്താവിന് നിന്നെ എന്നെ വേണമെന്ന്. സുരേഷ് ബ്രദറെ, ഇന്നലെ വരെ നീ അനുഭവിച്ച ആത്മതലമല്ല, ഇന്ന് നീ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരു കൂട്ടം ദൂതന്മാർ വരുന്നുണ്ട്. സാമ്പത്തികമായ മേഖലകളിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിറയുക. എങ്ങനെയെന്ന് എനിക്കറിയില്ല. നീ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തത് വൃഥാവല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു ഗ്ലാസ് വെള്ളം എന്റെ നാമത്തിൽ നീ ദൈവമക്കൾക്ക് കൊടുത്താൽ അതിന്റെ പ്രതിഫലം വളരെ വലുതാ. നമ്മുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല, അവർ പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കുന്നു, വിശാലമായ വാതിൽ നിങ്ങൾ വിദേശ രാജ്യത്ത് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടാകും. വിശ്വസിക്കാൻ തയ്യാറാണോ? ജോലിക്ക് പോയി ഉണ്ടാകുമെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികൾ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ അതുപോലെ ചെയ്യും. കർത്താവ് പറഞ്ഞ അതുപോലെ ചെയ്യും. കർത്താവിനെ മാറ്റി നിർത്തരുത്. കർത്താവ് പറഞ്ഞ അതുപോലെ ചെയ്യുക. നമ്മുടെ ചിന്തകൾക്കകത്ത് മത്സര സഹോദരി, നിന്റെ ജീവിതത്തെ നീ കുടുക്കരുത്. നിന്റെ ചിന്ത അല്ല കർത്താവിന്റെ വിചാരം. നിനക്ക് അതിമനോഹരമായ 2 നില കെട്ടിടം ഒരുങ്ങുന്നുണ്ട്. ഇത് പറയുമ്പോ നിങ്ങൾക്ക് അറിയുന്നുണ്ട്, കുഞ്ഞിനെ ചോർന്നൊലിച്ച വീട്ടിന്റെ അകത്ത് മാറ്റി കിടത്തിയ ഒരു ചരിത്രം നിനക്കുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം നിന്നെ രാജ്ഞിയെ പോലെ വാഴിക്കാനാ. നിങ്ങൾക്കറിയാവോ, കുഞ്ഞു പ്രായത്തിൽ ഞങ്ങൾക്ക് ഓലയിട്ട വീടായിരുന്നു. എന്റെ പപ്പയും അമ്മയും ചോർന്നൊലിക്കുന്ന വീട്ടിന്റെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന ഞങ്ങളെ മാറ്റി കിടത്തിയ ഒരു ചരിത്രം ഞങ്ങൾക്കും ഉണ്ടായിരുന്നതേ. വായിൽ കൂടി കണ്ണിൽ കൂടിയൊക്കെ വെള്ളം വീഴുമ്പോ മുകളിലേക്ക് നോക്കുന്ന ഒരു ചരിത്രം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോ നമ്മുടെ അവസ്ഥ മാറി. എന്റെ അപ്പൻ എപ്പോഴും ഒരു സീസൺ ഇട്ടിരിക്കുന്ന ദൈവമല്ല, അടുത്തൊരു സീസൺ നിനക്ക് വേണ്ടി കരുതുന്നുണ്ട്. നീ ചിന്തിക്കുന്ന ഒരു അപ്പുറം ആ സീസൺ. എന്നെ വിവാഹം കഴിഞ്ഞ് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഭവനം കണ്ടിട്ടില്ല. എൻ്റെ അനിയൻ ഇങ്ങനെ ഫോണിൽ എനിക്ക് കാണിച്ചു നല്ല അതിമനോഹരമായ വീട്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് 2 നില വീട്. ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു എൻ്റെ പ്രാർത്ഥന. എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട്, മോളെ 1 നിലയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക, അത് കിട്ടട്ടെ. ഞാൻ പറഞ്ഞു, നെവർ AC ഇട്ട ആ 2 നില കിട്ടട്ടെ, എനിക്ക് വേണം. എൻ്റെ അപ്പൻ്റെ പൊന്നു മോളാ ഞാൻ. എനിക്ക് വേണ്ടി അപ്പൻ തന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി കൊടുക്കുക? ദൈവവേല ചെയ്യുമ്പോൾ കിട്ടുന്ന കുറച്ച് ക്യാഷുകൾ ഉപയോഗിച്ചൊക്കെ നമുക്ക് എങ്ങനെ ജീവിക്കാനാ പറ്റുന്നത്? പക്ഷെ ദൈവം നടത്തി. അവിടെയൊക്കെ കർത്താവ് നമ്മെ സഹായിച്ചു. ആരോടും ഒന്നും ചോദിക്കാതെ ഞങ്ങളെ വളർത്തുവാൻ നമ്മുടെ അപ്പനും അമ്മയും കർത്താവ് സഹായിച്ചു. ഭാവി നന്മ വരുന്ന സമയത്ത് എനിക്ക് ഓടിട്ട വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. നിങ്ങളുടെ ഒരു റേറ്റിംഗ് മനസ്സിലാക്കണം. ഓടിട്ട വീട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഏറെക്കുറെ കിട്ടുന്നത് ഓടിട്ട വീടായിരിക്കത്തില്ലേ? അല്ലേ ചേച്ചി? അവർ ചിന്തിച്ചൊക്കെ സാമ്പത്തികമൊക്കെ നോക്കിയിട്ടാണല്ലോ ഒരാൾ വീട്ടിൽ വരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കണ്ടത് ആ വീട്ടിനകത്ത് താമസിക്കാനാണ്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് 2 നില വീട്ടിൻ്റെ അകത്ത് താമസിക്കണം. എനിക്ക് ഏക്കർ കണക്കിന് വസ്തുവുള്ള ഒരാളിനെ കല്യാണം കഴിക്കണം. എനിക്ക് 1-ലധികം സഹോദരങ്ങളുള്ള 5 സഹോദരങ്ങളുണ്ട് എൻ്റെ പപ്പയ്ക്ക്. എന്തുകൊണ്ടെന്ന് അറിയാവോ? സഹോദരങ്ങൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അവരാരും കൂട്ടുപിടിക്കാത്തതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ആ കുഞ്ഞു പ്രായത്തിൽ. എനിക്കിപ്പോ അറിയാം, ഞങ്ങളുടെ ഒരു മാരേജിന് വേറെ ആരെയും വിളിക്കണ്ട, ഞങ്ങൾ മതിയെന്നേ ഒരു സദ്യക്ക് ഇരിക്കാൻ. ഞാൻ പപ്പയോട് എപ്പോഴും പറയും, എനിക്ക് വലിയൊരു രീതിയിൽ കർത്താവ് എന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. ഒന്നുമില്ലാത്തപ്പോഴും ഞാൻ ചിലത് കാണാൻ തുടങ്ങി. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഞാൻ റബ്ബർ തോട്ടത്തെ നോക്കിയൊക്കെ പ്രവചിച്ചു. അത് ശരിയായിരിക്കും. ഞാൻ ഒരു ദിവസം പ്രവചിച്ചോണ്ടിരുന്നപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരു അയണിച്ചക്ക താഴെ വീണു. അയണിയോടാണ് പ്രവചിച്ചത്, നിങ്ങൾ മനസ്സിലാക്കണം. വീണപ്പോ ഞാൻ പറഞ്ഞു, അതിന്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞുപോയി. ഞാൻ വിശ്വസിച്ചിരിക്കുവാ നിങ്ങൾ, ഞാൻ വിശ്വസിച്ചു. ഇപ്പോൾ എന്റെ ലൈവ് മീറ്റിംഗിന്റെ അകത്ത് കെട്ടുകൾ അഴിയുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണാൻ കർത്താവ് എന്നെ സഹായിച്ചു. നിന്റെ വിശ്വാസം എത്രയാണ് അത്രമാത്രം കർത്താവ് നിന്നെ ഉപയോഗിക്കും. പിന്നെ രണ്ടാമതായി വിശ്വസ്തത. എൻ്റെ പപ്പയെ കണ്ട് ഞാൻ പഠിച്ചതാ വിശ്വസ്തത. രാത്രി 12 മണിയാവും ചിലയിടത്തൊക്കെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വരാൻ. പപ്പയെ കാത്തിരിക്കുന്ന ഒരു കുട്ടിക്കാലം എനിക്കും ഉണ്ടായിരുന്നു. പപ്പ എന്തെങ്കിലും കൊണ്ടുവരും, ഇന്നും കൊണ്ടുവരും അന്നും കൊണ്ടുവരും. കാത്തിരിക്കുന്ന ഒരു കുട്ടിക്കാലം എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിക്കുമ്പോ അമ്മ പറയും, ഇന്ന് നേരത്തെ വരുന്ന വീടൊന്നുമല്ല, നല്ല താമസിക്കും. അതോടെ വിഷമമാവും, കിടന്നുറങ്ങും.
പക്ഷെ രാവിലെ പപ്പ വിളിച്ചുണർത്തി ഞങ്ങൾക്ക് കൊണ്ടുവന്നത് തരുമായിരുന്നു. ആ വിശ്വസ്തയുടെ പ്രതിഫലമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന നന്മകൾ. എന്റെ അനിയന് ഇങ്ങനെ ഒരു വാഹനം എടുക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. പക്ഷെ ഒരു VIP ആയി നടത്തുവാൻ കർത്താവ് പദ്ധതി ഇട്ടത് കൊണ്ട് വെറും ദൈവത്തിന്റെ പദ്ധതി എന്താ അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ശുശ്രൂഷയുടെ അകത്ത് ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു അടുത്തൊരു ശുശ്രൂഷകനായി ഇവൻ പുറത്തു വരും. നിങ്ങൾ പ്രാർത്ഥിക്കുക, അടുത്തൊരു തലമുറയുടെ ഒരു അഭിഷേകം ഈ ജനത്തിന്റെ മേൽ കത്തണം. എനിക്ക് ആഗ്രഹമുണ്ട് ഇതിന്റെ അകത്തുനിന്ന് ചിലർ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. വിശ്വസ്തത ഇല്ലെങ്കിൽ പോയി. പപ്പ എന്നോട് പറയും, ഞാൻ പൈസ നോക്കിയിട്ട് പപ്പ ഒരിടം പോയി ശുശ്രൂഷിച്ചിട്ട് ഓലപ്പുരയിൽ പോയിട്ട് പിശാചിന്റെ ബന്ധനം മാറ്റിയിട്ട് വീട്ടിൽ വന്നിട്ട് പപ്പയുടെ കുറച്ച് ക്യാഷേ കാണത്തുള്ളൂ, അരി മേടിക്കാനുള്ള ക്യാഷ്. അപ്പൊ പറയും അരി മേടിക്കാനുള്ള ക്യാഷേ ഉള്ളൂ. അപ്പോ എൻ്റെ അമ്മ അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പക്ഷെ ഇപ്പോ കർത്താവ് നമ്മളെ മാനിച്ചു. ഞാൻ അതാ പറയുന്നത്, നീ അല്പത്തിൽ വിശ്വസ്തയായിരുന്നാൽ അധികത്തിന് കർത്താവ് വിചാരകനാകും. എന്റെ പപ്പയിൽ നിന്ന് ഞാൻ രണ്ടാമത് പഠിച്ച ഒരു കാരണം, പപ്പ ആരെങ്കിലും കരഞ്ഞാൽ കൂടെ കരയും. അതേ ഒരു ക്യാരക്ടറിലേക്ക് ഞാനും മാറിക്കഴിഞ്ഞു. കണ്ടില്ലെന്ന് പറയും, ഒരു ആത്മാർത്ഥത ആയിപ്പോയി. ഒരു ലേഡിയാണെന്ന് എനിക്ക് തന്നെ അറിയാവുന്നത്. ചില വീടുകളിലൊക്കെ സമയം പോകുന്നത് എനിക്ക് അറിയത്തില്ല. ഏകദേശം 10:30 മണിയോടൊക്കെ അനുബന്ധിച്ച് ഞാൻ ഇരുന്നിട്ടുണ്ട് ഓരോ വീടുകളിൽ. അവരെന്നെ തന്നെ അവര് തന്നെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടോ, നിന്നെ കുറിച്ചൊരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ അത് എന്ത് വില കൊടുത്ത് നിന്റെ അകത്തുനിന്ന് പുറത്തു വരുവാൻ കർത്താവ് സഹായിക്കും. വിശ്വസ്തരായിരിക്കുക. അപ്പൊ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുടെ പ്രാർത്ഥന വളരെ വലുതാണ്. അനുബ്രദറെ, ഒരു വിദേശ രാജ്യത്തിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൂടാതെ നിങ്ങൾക്കൊരു സഭയുടെ പ്രാർത്ഥന വേണം. കർത്താവ് പറഞ്ഞില്ലേ കൊണ്ടുപോകുന്നു പറഞ്ഞത് കർത്താവ് കൊണ്ടുപോകും. ഇതിൻ്റെ അകത്ത് ചിലതൊക്കെ നിരപ്പാക്കേണ്ടതുണ്ട്. ആ രാജ്യത്ത് പോയി എങ്ങനത്തെ ആരാധനകളാണെന്നൊന്നും അറിയത്തില്ല. ഒരാരാധന പോലും മുടങ്ങാതെ ഈ ദിവസങ്ങളിൽ നീ ഇവിടെ കടന്നു വന്നിരുന്നാൽ, വിശ്വസ്തനാണെന്ന കർത്താവ് എണ്ണിയാൽ നിന്നെ ചില രാജ്യങ്ങളിലേക്ക് അയക്കുമെന്ന് ആത്മാവ് ആലോചന പറയും. യെസ്, ഹല്ലേലൂയ. അപ്പൊ ദൂതൻ വന്നിട്ട് പത്രോസിനെ തട്ടിയിട്ട് പറയും, ഉറങ്ങുകയായിരുന്നു പത്രോസ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോ അടിയൊക്കെ കിട്ടിയതല്ലേ തലേ ദിവസം, അതിന്റെ ക്ഷീണമാ. പലരും കുത്തുമ്പോൾ ചില വേദനകൾ ഉണ്ടെന്നേ, ചില ഞെരുക്കങ്ങൾ ഉണ്ടെന്നേ. സ്നേഹിച്ചവര് തന്നെ മറികടന്നു പോകുമ്പോൾ ഒരു പെയിൻ, അത് വളരെ വലുതാ. നിങ്ങൾ നിന്റെ ശുശ്രൂഷകനൊരു ഭാരമായി തീരരുത്. അവിടെ കണ്ണ് നിറയുവാൻ ഒരു വാക്കുകൊണ്ട് പോലും അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്. സ്വർഗത്തിൽ റെക്കോർഡ്. നിങ്ങൾ അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ തരണമേ. പത്രോസിനെ മാറ്റി നിർത്തിയില്ല സഭ ഇരുന്ന് പ്രാർത്ഥിച്ചു. എനിക്കൊരു പ്രശ്നം വന്നാൽ ഇതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൂതം വെളിപ്പെട്ടു. സഭ ആരാ? നമ്മളെല്ലാവരും കൂടുന്നതാ സഭ. 1 2 പേർ, 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നാട്ടിൽ ഉണ്ടാകലേ. ഹല്ലേലൂയ. നിങ്ങളൊക്കെ ഒരു ദിവസം എത്ര സമയം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. സ്വന്തം മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പോലെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എവിടെ പോയാലും ഇതൊക്കെ തന്നെയാ എന്റെ അനുഗ്രഹങ്ങൾ, ഇതൊക്കെ തന്നെയാ എന്റെ ബല. കർത്താവ് തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പൊ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് മുമ്പിൽ ദൂതൻ ഇറങ്ങി. അതുപോലെ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു തരത്തക്ക വിധത്തിൽ ചില പ്രവേശനങ്ങൾ ഇതിന്റെ അകത്ത് കർത്താവ് ചെയ്യാൻ പോവാ. വിശ്വസിക്കാമോ? ജീസസ്. ചില ജയിലുകൾ പൊളിയാൻ പോവാ. ദൂതൻ ഇറങ്ങാൻ പോവാ. നിന്റെ കുടുംബത്തിനകത്ത് ഹസ്ബൻഡ് ആയിരിക്കും ചിലപ്പോ പ്രശ്നം, ചിലപ്പോ ഭാര്യയായിരിക്കാം, നിന്റെ സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, എന്തുവായി, ചിലപ്പോ മക്കളായിരിക്കാം. എന്തുവായിക്കോട്ടെ, കർത്താവ് വന്നാൽ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൂതൻ വന്ന് പറയുന്ന ഒരു കാര്യം 12:8 പറയുന്നു, അര കെട്ടുക. അര കെട്ടുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ഉറപ്പിക്കണം. ഇന്നലത്തെ വിശ്വാസം പോരാ, ഇന്ന് ജയിലിടണമെങ്കിലുള്ള വിശ്വാസം. ഇന്നലത്തെ ആരാധന പോരാ, ഇന്നത്തെ പ്രശ്നത്തിന്റെ അകത്ത് നിന്ന് പുറത്തു വരണമെങ്കിൽ നാൾതോറും അവന്റെ ദയായ വിശ്വസ്തത പുതിയതെന്നാവണം. കയറി വരണം, അടുത്തൊരു ആത്മതലത്തിലേക്ക് കയറണം.
രണ്ടാമതായി ചെരുപ്പിടാൻ പറഞ്ഞു. എന്താ ചെരുപ്പ്? സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കമാണ്. സുവിശേഷം പറയണം. നിന്നെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചത് നിന്റെ കുടുംബത്തിന്റെ അകത്ത് സന്തോഷിക്കാനല്ല, നീ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നതിനോടൊപ്പം ഒരു താഴ്ന്ന ജനത്തെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാനാണ്. നിന്നെ പോലെ വിഷമം അനുഭവിക്കുന്ന നിന്റെ പുറകിൽ നിൽപ്പുണ്ട്. നീ സന്തോഷിച്ച് ആഹാരം കഴിക്കുമ്പോ ആഹാരമില്ലാതെ നിൽക്കുന്ന ഒരുത്തൻ ബാക്കിൽ ഉണ്ടെങ്കിൽ അവനൊരു കൈ കൊടുക്കാൻ നീ തയ്യാറാവണം. ഞാനൊരു കാര്യം പറയട്ടെ, വിധവമാരുടെ കണ്ണുനീർ നിങ്ങൾ വീഴ്ത്തരുത്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കറിയത്തില്ല. വിധവയുടെ കണ്ണുനീരിന് വിലയുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ അവൾക്ക് ഭർത്താവായിരിക്കും. അനാഥനെ കർത്താവ് കൈവിടത്തില്ല. ചതഞ്ഞ ഓടെ അവൻ ഒടിച്ച് കളയത്തില്ല. പുകയുന്ന തിരിയെ അവൻ കെടുത്ത് കളയത്തില്ല. ഈ ലോകം നമ്മൾ പുകയാൻ തുടങ്ങിയെങ്കിൽ ഊതിക്കെടുത്തും ഇല്ലേ? പക്ഷെ കർത്താവ് പറയും, ആരും കത്തട്ടെ, കുറച്ചും കൂടെ തീ കൊടുത്തു നോക്കാം. ചിലപ്പോ കത്തിയാലോ, ചിലപ്പോ ദൈവരാജ്യത്തിലേക്ക് വന്നാലോ, ചിലപ്പോ ഈ പെട്ടകത്തിനകത്ത് കയറിയാലോ. അപ്പൻ ദീർഘക്ഷമയുള്ളവനാ. ഈ മനുഷ്യൻ ദീർഘക്ഷമയുള്ളവനല്ല. സാമ്പത്തികമുള്ളപ്പോ എല്ലാവരും നിന്റെ കൂടെ കാണാം, എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോ എല്ലാരും കാണാം. പക്ഷേ ഒന്നും ഇല്ലായിരിക്കുമ്പോ നിന്നെ സ്നേഹിച്ചവനെ നീ മറക്കരുത്. അങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ എന്റെ പുറകിൽ നിൽപ്പുണ്ട്. ഞാൻ ആരുമല്ലായിരുന്നപ്പോ എന്റെ അകത്തുള്ള വിടിയെ മനസ്സിലാക്കിയ ചിലർ എന്റെ പുറകിൽ നിൽപ്പുണ്ട്. ഇന്നലെ മെനഞ്ഞാന്നൊക്കെ അഭിഷിക്തൻ എന്നെ വിളിച്ചോ, പ്രാർത്ഥിച്ചു, ബ്ലസ് ചെയ്തു. അവരെ നീ മറന്നു പോകരുത്. നിന്റെ കയ്യിൽ ഒരു നന്മ കിട്ടിയാൽ അതിന്റെ ഒരു ഓഹരി ആ മകനാണെന്ന് നീ മറന്നു പോകരുത്. മറന്നു പോകാത്തോണ്ടാ നിലനിൽക്കുന്നേ. അതുകൊണ്ടാ വാതിലുകൾ തുറക്കുന്നത്. ചില കാരാഗ്രഹങ്ങൾ തുറക്കാം, സ്വതവേ തുറന്നെന്ന വചനം പറയുന്നത്. മൂന്നാമതായി പറയുന്ന ഒരു കാര്യം, വസ്ത്രം ഇടാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവെന്ന വസ്ത്രം ഊരി കിടക്കുവാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യും. പരിശുദ്ധാത്മാവെന്ന വസ്ത്രം നിന്റെ അകത്ത് ഇല്ലെങ്കിൽ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ദൈവം വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, കാര്യസ്ഥനെ ഞാൻ നിനക്ക് വേണ്ടി അയക്കുന്നു. നിനക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ കാര്യസ്ഥൻ കടന്നു വന്നിട്ടുണ്ട്. ആരെ കാര്യസ്ഥനുമായിട്ടായിരിക്കണം നീ ഈ വീട്ടിൽ, ഈ സഭയിൽ നിന്ന് പുറത്തു പോകാൻ. ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ ആദ്യം എന്ത് ചെയ്യണം? ആരെ കെട്ടണം? വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം, പ്രത്യാശ വർദ്ധിപ്പിക്കണം. രണ്ടാമതായി എന്ത് ചെയ്യണം? എന്നെ മറന്നാലും ഈ വചനങ്ങൾ മറക്കരുത്. രണ്ടാമതായി നിങ്ങൾ സുവിശേഷം പറയണം, ചെരുപ്പിടണം. മൂന്നാമതായി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ധരിക്കണം, ദൈവ ശുശ്രൂഷ ചെയ്യണം. എങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങൾക്ക് മറ്റുള്ള ഒരു വ്യക്തിയോട് വചനത്തിലൂടെ സംസാരിക്കാൻ പറ്റും. വാട്സപ്പിലൊക്കെ മെസ്സേജ് നിനക്ക് വചനം ഇടാൻ പറ്റും. പറ്റില്ലേ? സിനിമാ പാട്ടും സീരിയൽസും ഒക്കെ ഇടുന്നതിനേക്കാളും വചനം എത്രയോ നല്ലതറിയോ? ഇതില് നിന്നെ ജീവിപ്പിച്ചത് ഈ വചനമല്ലേ? ഇതിനെ മറന്നിട്ട് എവിടെ പോകാൻ പറ്റും? യേശുവിൻ കൈകൾ എന്നെ നടത്തുമേ. പെരുവെള്ളത്തിന് തോറ്റുപോയേ പറ്റൂ. തോറ്റുപോകുമേ. യേശുവിൻ കൈകൾ എന്നെ നടത്തുമേ. ആമേൻ. ഇതിനകത്ത് ചിലർ കാണുന്ന സ്വപ്നങ്ങൾ പൈശാചിക ലോകത്തിന് പേടിയാണ്. ഇരുമ്പുവാതിൽ താനെ തുറക്കാൻ പോകുന്നു. ശത്രു നിനക്കെതിരെ വച്ച ഇരുമ്പുവാതിൽ താനെ തുറക്കുന്നു. പത്രോസ് പുറത്തു വരിക. പത്രോസ് പുറത്തു വരുമ്പോ ഒരു രോധ എന്നുള്ള പെൺകുട്ടി കാണുക. പത്രോസ് വന്നു. അപ്പോ അവര് പറഞ്ഞു, ഭ്രാന്തുണ്ട് ഇവർക്ക്. സഭ പ്രാർത്ഥിക്കുന്നത് എന്തിനാ സുജ? എന്തിനു വേണ്ടിയിട്ടാ? പത്രോസിനെ രക്ഷപ്പെടുത്താൻ. വിഷയത്തിന്റെ മറുപടി മുമ്പിൽ വന്ന് നിന്നപ്പോ അവരെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, ഭ്രാന്തുണ്ടെന്ന്. അങ്ങനെയല്ലേ ചില സാഹചര്യങ്ങളെ? ക്രിസ്തുവിനെ ഭ്രാന്തുള്ളവരെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബുദ്ധിക്ക് അപ്രമേയമായി ചിന്തിക്കാൻ കഴിവുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം വിശ്വസിക്കണമെങ്കിൽ ഈ ജ്ഞാനം പോരാ, സ്വർഗത്തിലെ ജ്ഞാനം വേണം. രോധം എന്ന് പറയുമ്പോ സഭ പറയും, ഇല്ല, അവന്റെ ദൂതനായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവര് ദൂതന്മാരെ കാണുന്നത് പതിവാണെന്ന് മനസ്സിലാക്കാം. എന്റെ ദൂതൻ ആരെ പോലെ ഇരിക്കും? എന്നെ പോലെ ഇരിക്കും. സെയിം എന്നെ പോലെ ഇരിക്കും. നിങ്ങളുടെ ദൂതൻ ആരെ പോലെ ഇരിക്കും?
ചേർത്തണയ്ക്കുവാൻ കർത്താവ് ദൂതന്മാരെ തന്നിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എനിക്കിപ്പോൾ അറിയാം, ആ പ്രസൻസ് ഞാൻ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ദൂതന്മാർ നിൽപ്പുണ്ട്. എന്തിനു വേണ്ടിയിട്ട് ഊരി പിടിച്ച വാളുമായി അവൻ നിൽക്കുന്നത്? ചില ജയിലുകളിൽ നിന്ന് ചിലരെ വിടുവിക്കാനാവും.